നടത്തണം എന്ന് വരെ നമ്മൾ ഫൈനൽ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലത്തേക്ക് എനിക്കൊരു ചെറിയൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ചങ്ങനാശ്ശേരിയിലാണ് ലാസ്റ്റ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ 2021 ഞാൻ ദുബായിലായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴെൻ്റെ വിശ്വാസം ചങ്ങനാശ്ശേരി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കവിടെ വോട്ടുണ്ട്, അപ്പോൾ ഇതിനകത്ത് നമ്മളിനി വേറെ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു തോട്ട് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ വിളിച്ച് ഇത് 17-ാം തീയതിയാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നു. അത് ചെക്ക് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ വേറെ മണ്ഡലത്തിൽ പോയാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടുത്തെ അതാത് മണ്ഡലത്തിൽ ഞാനിവിടെ വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ഇതിനകത്ത് എൻ്റെ പണ്ട് ഞാൻ വോട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഫോട്ടോയും പ്രിൻറ്റും എല്ലാം അവരെനിക്ക് അയച്ചു തന്നു. പക്ഷെ ഇപ്പോൾ അതിനകത്ത് ലിസ്റ്റിലില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ 2021 ഞാൻ കോവിഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ല. അതിന് മുന്നേ നടന്ന പ്രസന്നകുമാരി ടീച്ചറാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പാർലമെന്റിൽ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇതേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പുണ്ട്, ഞാൻ ആദ്യമായി വോട്ട് ചെയ്യുകയാണ്, ഞാൻ വോട്ട് ചെയ്യുകയാണ്, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടിക്കാണെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കുറിപ്പ് ഇപ്പോഴും ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം. അതെ, വോട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ വോട്ട് ചെയ്യാൻ തോന്നിയിരുന്നില്ല. അതിന് കാരണം ഞാൻ അന്ന് അടി കമൻറ്റുകളൊക്കെ അത്രയും വന്നിരുന്നു. അന്ന് ഞാൻ വെളിപ്പെടുത്തിയിരുന്നില്ല ഞാൻ ആർക്ക് വോട്ട് ചെയ്തിരുന്നു. അന്ന് ഞാൻ BJPക്കായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. പ്രസന്നകുമാരി ടീച്ചർ BJP ആണ്. അന്ന് ഞാൻ അതായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിനൊക്കെ ഇപ്പുറം നമ്മൾ ഇന്ന് രാവിലെ ഇതെല്ലാം ക്ലിയറായി എല്ലാം ശരിയാക്കുമെന്നാണ് BLO നമ്മളോട് പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളിതുവരെ വോട്ട് ചേർത്തിട്ടില്ല. അത് ഞാൻ പറയട്ടെ, അതിനുള്ള സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇതിന് മുന്നേ പല വട്ടങ്ങളിലും വോട്ട് ചെയ്യുന്ന സമയങ്ങളിലും സാഹചര്യങ്ങളിലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ, എനിക്ക് അവിടെ വോട്ടുണ്ടല്ലോ, ആ ഒരു തോട്ടായിരുന്നു. പക്ഷെ നമ്മൾ വോട്ടർ ഐ ഡി എടുക്കുന്ന കാര്യങ്ങളോ അതിനെ പറ്റിയോ നമ്മൾ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പാർലമെന്റ് വോട്ടർ ലിസ്റ്റും രണ്ടും രണ്ടാണെന്നറിയാം എനിക്ക്. പക്ഷെ അപ്പോഴും ചിന്ത പോയത് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എന്നുള്ളതിലേക്കാണ് ചിന്ത പോകുന്നത്. സാധാരണ ഇപ്പം രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണിത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഈ കേരളത്തിൽ എത്ര പേർക്ക് അറിയാവുന്നതോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. ഞാനത് മുന്നേ ഇപ്പോൾ പല വന്ന മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും പബ്ലിക്കലി ഞാൻ അനൗൺസ് ചെയ്തതാണ് 2020 ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇനി മുന്നോട്ട് ഇവിടെ ആര് വന്നാലും അവരുടെ കൂടെ പ്രചാരണത്തിന് പറ്റുന്ന സമയത്ത്, അതിപ്പം റോഡ് ഷോസ് പോലെയുള്ളതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഉണ്ടാവും. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകുമ്പോൾ ഇത്രയും കാലത്തിനിടയിൽ വോട്ട് ചേർത്തില്ല എന്ന് പറഞ്ഞ വലിയൊരു പോരായ്മ നിങ്ങൾ കൈരളിയാ അല്ലേ കണ്ടുപിടിച്ചു. അത് പ്രത്യേകിച്ച് ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയ വർഷമാണ് ഞാൻ വോട്ട് ചെയ്തത്. എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്താൽ പോരെ, അതിന് മുന്നേ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ വ്യക്തിപരമായ താല്പര്യമാണത് ഞാൻ പറയുന്നത്. അന്നാണ് BJP എന്ന് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് അവരുടെ നയങ്ങളോട് എനിക്ക് എന്ന് യോജിപ്പ് തോന്നിയോ അന്ന് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തത്. 2020 തന്നെ ഉണ്ടാവും. ഞാൻ 2020 ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ മുന്നോട്ടുണ്ടാവും. കാരണം 2020 വെച്ചിരിക്കുന്ന ആ കൺസെപ്റ്റ് കേരളത്തിലെ പഞ്ചായത്തുകളിൽ വരണമെന്ന് അത്രയധികം ആഗ്രഹിച്ചിട്ടാണ്. എൻ്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഞാൻ ജനിച്ചു വളർന്ന പഞ്ചായത്തിൽ വരെ, അയ്മനം ഗ്രാമപഞ്ചായത്തിൽ വരെ അത് വളരണം, അതിനെപ്പറ്റി അതിൻ്റെ കാര്യങ്ങളും ആ പദ്ധതിയും എല്ലാം നന്നായിട്ട് വരണമെന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പം ഞാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. അദ്ദേഹമായിട്ട് ആദ്യം ഞാൻ അദ്ദേഹത്തെയാണ് വിളിച്ചത്. കാര്യം എന്ത് വന്നാലും നമ്മൾ അദ്ദേഹത്തെയാണല്ലോ വിളിക്കേണ്ടത്. അദ്ദേഹത്തെ വിളിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു, ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്, ചേട്ടാ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, കാര്യം ദിവസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് തുടങ്ങേണ്ടതായിരുന്നു, ഇന്ന് മീറ്റിങ്ങുകൾ ഒത്തിരി പറഞ്ഞിരുന്നതാണ്, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടാണ് എല്ലാ കാര്യങ്ങളും മറിഞ്ഞു തിരിഞ്ഞ് വന്നത്. പ്രകാരം അപേക്ഷ കൊടുത്തിരുന്നു? ഇല്ല, SIR പ്രകാരം നമ്മൾ ഞാൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ ചങ്ങനാശ്ശേരിയിലല്ലല്ലോ താമസം, ഞാൻ അങ്ങാണ് താമസം. അവിടെ വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അവരെ വിളിക്കണമായിരുന്നു. ഇത് രണ്ടും ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചിന്ത തെറ്റ് തന്നെയാണ്. അത് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോടുകൂടെ ഇതിനുള്ളൊരു
അവസരമാണ്. ഒരു വട്ടം വോട്ട് ചെയ്തു എന്ന് കരുതി നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കരുത്. ഇന്നിപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവർ പറഞ്ഞ അതാണ്. ഇന്നും ഇന്നും ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് അത്രത്തോളമാണ് ആപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലെ ഒരു പ്രതീക്ഷ എന്താണ്? എത്ര പ്രചരണത്തിന്റെ ഭാഗമായി നിന്നു, എത്ര NDA ഏത് മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? NDA 2020 NDA തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം കൊണ്ടുവരും. കാരണം കിഴക്കമ്പലം പദ്ധതി അത് ചുമ്മാതല്ല. ഇത് നമ്മളായിട്ട് അവരുമായിട്ട് സംസാരിച്ച സമയത്ത് ഇതിലേക്ക് വരാൻ ഏറ്റവും അധികം എന്നെ അട്രാക്റ്റ് ചെയ്തതും അത് തന്നെയാണ്. കാരണം എൻ്റെ നാട്ടിലും എവിടെ പോയാലും ഇപ്പം നിങ്ങളുടെ നാട്ടിലും എല്ലായിടത്തും ഏറ്റവും അധികമുള്ള സാധാരണക്കാരാന്നേ. ഈ സിറ്റി എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം സാധാരണക്കാരാ. അവരുടെ പ്രശ്നങ്ങളല്ലേ മെയിനായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. സത്യമായിട്ട് ഞാൻ അത് ആ ഒരു എന്തായാലും ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി വീണ നായർക്ക് വോട്ടില്ലാത്തതിൽ അവർ പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും